രാജ്യത്ത് പുതിയതായി രൂപം കൊണ്ട സോഷ്യൽ മീഡിയ കൂട്ടായ്മയാണല്ലോ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. അവഗണിക്കപ്പെട്ട യുവാക്കളുടെ ആത്മരോഷം എന്ന വികാരത്തിൽ ഒരുമിക്കപ്പെട്ട ഈ കൂട്ടം മോദി സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് മോദി ഗവൺമെന്റ് രാജ്യത്തെ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നു എന്നത്. ഇതിൽ വല്ല കഴമ്പുമുണ്ടോ? കൃത്യമായ കണക്കുകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ ആരോപണത്തിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യയിൽ BJP സർക്കാരിന്റെ കാലത്തെ തൊഴിലവസരങ്ങളുടെ കുറവിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ തികച്ചും അടിസ്ഥാനരഹിതവും രാജ്യത്തിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കുന്നതുമാണ് എന്നാണ് ആദ്യമേ പറയാനുള്ളത്. പരമ്പരാഗതമായ സർക്കാർ ജോലികൾ എന്ന ഇടുങ്ങിയ ചിന്താഗതിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഭാരതത്തിന്റെ തൊഴിൽ മേഖലയെ ആഗോളതലത്തിൽ ഉൽപാദന സംരംഭകത്വ രംഗത്തെ ഒരു മഹാശക്തിയാക്കി മാറ്റിക്കൊണ്ട് പുതിയൊരു തൊഴിൽ വിപ്ലവത്തിനാണ് നരേന്ദ്രമോദി സർക്കാർ അടിത്തറയിട്ടത്. മുൻകാല സർക്കാരുകളുടെ ഭരണത്തിന് കീഴിൽ രാജ്യം നേരിട്ടിരുന്ന തൊഴിലില്ലാത്ത വളർച്ച എന്ന ശാപത്തിൽ നിന്നും ഭാരതത്തെ മോചിപ്പിച്ച് ഓരോ യുവാവിനെയും സ്വയം പര്യാപ്തരും തൊഴിൽ ദാതാക്കളുമാക്കാൻ മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നയങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വിമർശകർ പലപ്പോഴും സർക്കാർ വകുപ്പുകളിലെ പരമ്പരാഗതമായ തസ്തികകളെ മാത്രം മുൻനിർത്തിയാണ് സംസാരിക്കുന്നത്. എന്നാൽ പുതിയ ഭാരതത്തിൽ യുവാക്കൾക്ക് ലക്ഷക്കണക്കിന് അവസരങ്ങളാണ് വ്യവസായ, സാങ്കേതിക, നിർമ്മാണ മേഖലകളിൽ തുറക്കപ്പെട്ടിട്ടുള്ളത്. മെയ്ക്ക് ഇൻ ഇന്ത്യ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് തുടങ്ങിയ ചരിത്രപരമായ പദ്ധതികളിലൂടെ ലോകത്തിലെ വൻകിട കമ്പനികളെയെല്ലാം ഭാരതത്തിലേക്ക് ആകർഷിക്കാൻ മോദി സർക്കാരിന് സാധിച്ചു. ഇതിലൂടെ വൻതോതിലുള്ള വിദേശ നിക്ഷേപവും കോടിക്കണക്കിന് തൊഴിലവസരങ്ങളുമാണ് രാജ്യത്തിന്റെ ഉൽപാദന മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടത്. മൊബൈൽ ഫോൺ നിർമ്മാണത്തിലും പ്രതിരോധ സാമഗ്രികളുടെ ഉൽപാദനത്തിലും ഭാരതം ഇന്ന് കൈവരിച്ച ആഗോള കുതിച്ചുചാട്ടം ഇതിന് വ്യക്തമായ തെളിവാണ്. ഇതിനു പുറമെ രാജ്യം ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയൊരു അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് കഴിഞ്ഞ ദശകങ്ങളിൽ മോദി സർക്കാർ തുടക്കം കുറിച്ചത്. അതിവേഗ ദേശീയപാതകൾ, റെയിൽവേ നവീകരണം, പുതിയ വിമാനത്താവളങ്ങൾ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ നിർമ്മാണത്തിലൂടെ കോടിക്കണക്കിന് പരോക്ഷ തൊഴിലവസരങ്ങളാണ് സാധാരണക്കാരായ യുവാക്കൾക്ക് ലഭ്യമായത്. രാജ്യത്ത് ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ നടപ്പിലാക്കിയതിലൂടെ രൂപപ്പെട്ട ഗിഗ് എക്കണോമി ലക്ഷക്കണക്കിന് IT, ലോജിസ്റ്റിക് തൊഴിലാളികൾക്ക് മാന്യമായ വരുമാന മാർഗം നൽകി. ഗിഗ് എക്കോണമി എന്താണെന്ന് ഞാനൊന്ന് വിശദമാക്കാം. ഗിഗ് എക്കോണമി എന്നാൽ ഒരു കമ്പനിയിലും സ്ഥിരമായി ജോലി ചെയ്യാതെ താൽക്കാലികമായോ പ്രൊജക്ടുകൾ അടിസ്ഥാനമാക്കിയോ സ്വതന്ത്രമായി ജോലി ചെയ്യുന്ന രീതിയാണ്. പഴയകാല ഫ്രീലാൻസ് ജോലികളുടെ ആധുനിക ഡിജിറ്റൽ രൂപമാണിത്. സ്വിഗ്ഗി, സൊമാറ്റോ എന്നിവയിലെ ഡെലിവറി ജീവനക്കാർ, ഓല, ഊബർ ഡ്രൈവർമാർ, ഓൺലൈനായി സ്വതന്ത്രമായി വീഡിയോ എഡിറ്റിംഗും കണ്ടന്റ് റൈറ്റിംഗും ചെയ്യുന്നവരെല്ലാം ഗിഗ് തൊഴിലാളികളാണ്. സ്മാർട്ട് ഫോണുകളുടെയും ആപ്പുകളുടെയും വരവോടെയാണ് ഈ മേഖല ഇത്രയധികം വളർന്നത്. മോദി സർക്കാർ നടപ്പിലാക്കിയ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ ഫലമായാണ് രാജ്യത്ത് ഗിഗ് എക്കോണമി കൂടുതൽ ഫലപ്രദമായത്. കൂടാതെ സ്കിൽ ഇന്ത്യ പദ്ധതിയിലൂടെ പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകളായ ഡ്രോൺ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ യുവാക്കൾക്ക് പരിശീലനം നൽകി അവരെ ആഗോള വിപണിക്ക് അനുയോജ്യരാക്കി മാറ്റാനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ ഭാരതത്തെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമാക്കി മാറ്റിയ നരേന്ദ്രമോദിയുടെ നയം യുവാക്കളെ കേവലം ജോലി അന്വേഷിക്കുന്നവരിൽ നിന്നും മറ്റുള്ളവർക്ക് ജോലി നൽകുന്ന സംരംഭകരാക്കി മാറ്റി. പ്രധാനമന്ത്രി മുദ്രാ യോജന വഴി കോടിക്കണക്കിന് സാധാരണക്കാർക്ക് ഈടില്ലാതെ വായ്പ നൽകിയതിലൂടെ ഗ്രാമീണ ചെറുകിട വ്യവസായ മേഖലകളിൽ വിപ്ലവകരമായ തൊഴിൽ വളർച്ചയാണ് ഉണ്ടായത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെയും കണക്കുകൾ പരിശോധിച്ചാൽ സംഘടിത മേഖലയിൽ സ്ഥിരം ജോലിക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടായതായി കാണാം. ആഗോളതലത്തിൽ പല വികസിത രാജ്യങ്ങളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഭാരതത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞു എന്നത് മോദി സർക്കാരിന്റെ കാര്യക്ഷമമായ സാമ്പത്തിക നയതന്ത്രത്തിന്റെ വലിയൊരു വിജയമാണ്. പ്രതിപക്ഷ സംഘടനകളുടെ സങ്കുചിതമായ രാഷ്ട്രീയ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ യുവശക്തി രാജ്യത്തിന്റെ വികസനത്തിന്റെ പ്രധാന ചാലക ശക്തിയായി ഇന്ന് അഭിമാനത്തോടെ മുന്നേറുകയാണ്. കഴിഞ്ഞ UPA ഭരണകാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള NDA ഭരണത്തിൽ ഭാരതത്തിലെ തൊഴിൽ വിപണിയിൽ ഘടനാപരവും ഗുണപരവുമായ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തീർച്ചയായും പറയാം. UPA കാലഘട്ടത്തിലെ സാമ്പത്തിക വളർച്ച പ്രധാനമായും വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാത്ത ഒന്നായിരുന്നു. എങ്കിൽ NDA സർക്കാർ ഉൽപാദന സംരംഭകത്വ ഡിജിറ്റൽ മേഖലകളിൽ പുതിയ തൊഴിൽ സംസ്കാരമാണ് കെട്ടിപ്പടുത്തത്. ഔദ്യോഗികവും സ്വതന്ത്രവുമായ വിവിധ സാമ്പത്തിക ഏജൻസികളുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും.
ഏറ്റവും സുപ്രധാനമായ കണക്ക് രാജ്യത്തെ ഔദ്യോഗിക തൊഴിലില്ലായ്മ നിരക്കിൽ വന്ന കുറവാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് എക്കാലത്തെയും താഴ്ന്ന നിരക്കായ 3.1% എത്തിക്കാൻ NDA സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. UPA ഭരണത്തിന്റെ അവസാന വർഷങ്ങളിൽ ഇതിനേക്കാൾ വളരെ ഉയർന്ന നിലയിലായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിൽ ഉയർന്ന് 40% മുകളിലെത്തി എന്നതും സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം തൊഴിൽ വിപണി വികസിച്ചതിന്റെയും തെളിവാണ്. സംഘടിത മേഖലയിലെ സ്ഥിരം തൊഴിലുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള ഏറ്റവും കൃത്യമായ മാനദണ്ഡം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ കണക്കുകളാണ്. EPFO ഡാറ്റ പ്രകാരം ഓരോ വർഷവും ശരാശരി 1.2 കോടി മുതൽ 1.4 കോടി വരെ പുതിയ അംഗങ്ങളാണ് ഈ ശൃംഖലയിലേക്ക് പുതിയതായി ചേരുന്നത്. UPA കാലഘട്ടത്തിൽ ഇത്തരമൊരു കൃത്യമായ ഡിജിറ്റൽ ഡാറ്റ ട്രാക്കിംഗ് സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല എന്നതിനപ്പുറം അക്കാലത്ത് അനൌദ്യോഗിക മേഖലകളിൽ മാത്രമായിരുന്നു തൊഴിൽ വളർച്ച കൂടുതൽ ഉണ്ടായിരുന്നത്. നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ KLEMS ഡാറ്റ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്ത് 12 കോടിയിലധികം പുതിയ തൊഴിലവസരങ്ങൾ വിവിധ മേഖലകളിലായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് രാജ്യത്തെ ഒരു സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കി മാറ്റി എന്നതാണ്. 2014 ഭാരതത്തിൽ കേവലം 300 മുതൽ 400 സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിലവിൽ അത് 1.2 ലക്ഷത്തിലധികം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട സ്റ്റാർട്ടപ്പുകളായി വളർന്നു. ഈ സ്റ്റാർട്ടപ്പുകൾ മാത്രം നേരിട്ട് 13 ലക്ഷത്തിലധികം ഉയർന്ന നിലവാരമുള്ള തൊഴിലവസരങ്ങളാണ് രാജ്യത്തെ യുവാക്കൾക്കായി സൃഷ്ടിച്ചത്. ഇതിനു പുറമെ പ്രധാനമന്ത്രി മുദ്ര യോജന വഴി വലിയൊരു വിഭാഗം ജനങ്ങളെയാണ് സ്വയം സംരംഭകരാക്കി മാറ്റിയത്. 46 കോടിയിലധികം മുദ്ര വായ്പകളാണ് ഇതുവരെ വിതരണം ചെയ്തത്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും പിന്നാക്ക വിഭാഗവുമാണ്. ഈ പദ്ധതി വഴി മാത്രം രാജ്യത്ത് വലിയ തോതിലുള്ള പരോക്ഷ തൊഴിലവസരങ്ങൾ പ്രാദേശിക തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. മൊബൈൽ നിർമ്മാണ രംഗത്തെയോ നിർമ്മാണ മേഖലയെയോ എടുത്താൽ കണക്കുകൾ കൂടുതൽ വ്യക്തമാകും. 2014 ഇന്ത്യയിലാകെ 2 മൊബൈൽ ഫാക്ടറികൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്നത് 100-ലധികമായി ഉയർന്നു. ഇന്ന് ലോകത്ത് വിൽക്കപ്പെടുന്ന വലിയൊരു ശതമാനം മൊബൈൽ ഫോണുകളും ഇന്ത്യയിൽ നിർമ്മിക്കുന്നവയാണ്. ഇത് ഈ മേഖലയിൽ മാത്രം ലക്ഷക്കണക്കിന് തൊഴിലുകളാണ് സൃഷ്ടിച്ചത്. കൂടാതെ പ്രതിദിനം നിർമ്മിക്കുന്ന ദേശീയപാതകളുടെ ദൂരം UPA കാലത്തെ 12 കിലോമീറ്ററിൽ നിന്നും നിലവിൽ 28 മുതൽ 30 കിലോമീറ്ററിലേക്ക് ഉയർന്നു. ഈ വലിയ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണം വഴി നിർമ്മാണ മേഖലയിലും ലോജിസ്റ്റിക് രംഗത്തും കോടിക്കണക്കിന് സാധാരണക്കാർക്കാണ് വരുമാന മാർഗം ലഭിച്ചത്. പരമ്പരാഗതമായ സർക്കാർ ജോലികളുടെ എണ്ണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ കോണുകളിലും തൊഴിൽ സാധ്യതകൾ വികസിപ്പിച്ചു എന്നതാണ് UPA സർക്കാരിനെ അപേക്ഷിച്ച് NDA സർക്കാരിന്റെ വലിയ വിജയം. പ്രതിപക്ഷ സംഘടനകളുടെയും സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള സംഘടനകളുടെയും പൊള്ളയായ ആരോപണങ്ങളെയും വ്യാജ പ്രചരണങ്ങളെയും പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇന്ന് മുന്നോട്ട് കുതിക്കുന്നത്. പരമ്പരാഗതമായ തൊഴിൽ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതി ഭാരതത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് മുൻപെങ്ങുമില്ലാത്ത വിധം പുത്തൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ സർക്കാരിന്റെ വ്യവസായ സാങ്കേതിക നയങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. കേവലം ജോലി അന്വേഷിക്കുന്നവരായി ഒതുങ്ങാതെ സ്വന്തം കഴിവുകൊണ്ട് രാജ്യത്തിന്റെ വികസനത്തിന് സംഭാവന നൽകുന്ന സംരംഭകരാക്കി പുതിയ തലമുറയെ മാറ്റിയെടുക്കാൻ BJP സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന് കഴിഞ്ഞു. ആഗോളതലത്തിൽ രാജ്യം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന അനിഷേധ്യമായ സാമ്പത്തിക വളർച്ചയും വിപണിയിലുണ്ടായ കുതിച്ചുചാട്ടവും ഈ വിജയത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ്. ഭാരതത്തിന്റെ യുവശക്തിയെ വികസനത്തിന്റെ മുൻനിരയിലേക്ക് നയിച്ചുകൊണ്ട് അവരുടെ സുരക്ഷിതമായ ഭാവിയും രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയും ഉറപ്പാക്കി നരേന്ദ്രമോദി സർക്കാർ കൂടുതൽ തിളക്കമാർന്ന വിജയങ്ങളിലേക്ക് തന്നെയാണ് ചുവടുവെക്കുന്നത്. അവസാനമായി മോദി സർക്കാരിനെതിരെ ആരോപണങ്ങൾ അഴിച്ചുവിടുന്ന കോക്രോച്ചുകൾ കുറച്ചുകൂടി സത്യസന്ധമായ ആരോപണങ്ങളുമായി വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തു തന്നെയായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.